വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നമ്മുടെ റോട്ടിലാണ്. നമ്മളന്ന് വീടിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, പക്ഷേ അതിന് നമ്മൾ റോഡ് കാണിച്ചിട്ടില്ല, റോഡ് നിൽക്കുന്നത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് റോഡ് മൊത്തമായിട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. നിങ്ങളെല്ലാം കണ്ടോളാം കേട്ടോ. ഇപ്പം നമ്മൾ റോഡിൻ്റെ നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങി പോകുന്ന റോഡിൻ്റെ അവിടെ ആയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇതില്ലേ നമ്മൾ കയ്യും കൊണ്ട് എടുക്കുന്നതുകൊണ്ട് ഇപ്പം എന്നാലും നമുക്ക് ഇവിടെ ഇത് കണ്ടാക്കുന്നത്. ഇത് മണ്ണും കൊണ്ടാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ അനിയനെ നോക്കാൻ പോകണം, അവൻ എന്നാ ചെയ്യുവാന്ന് നമുക്കറിയാം. ഗൈസ് വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാനിന്ന് ബ്രസീലിൻ്റെ ഉടുപ്പാണ് ഇട്ടേക്കുന്നത്, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് കറയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്നലെ ചിക്കൻ ഉണ്ടാക്കി ആ ചിക്കൻ തിന്നപ്പം പറ്റിയതാണ്. പിന്നെ പേന മഷിയും പറ്റിയിട്ടുണ്ട്. അതെനിക്ക് എപ്പോഴും ഉള്ള യൂണിഫോം വരെ പേനയുടെ വര വരച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇതിലിങ്ങനെ പോയി അവരും ബ്രസീലിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വാടാ ഗൈസ്, അവൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. അവനവിടെ കമ്പിന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി കാണിച്ചു തരാം ഗൈസ്. ചെമ്പരത്തി നമ്മളിപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. മുറ്റത്ത് അവനൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അവനൊന്നും അറിഞ്ഞിട്ടില്ല ഗൈസ്. ഒക്കെ അങ്ങോട്ട് പോകാം. അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഗൈസ് അവൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യാൻ പാടില്ല ഗൈസ്. അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഉണക്കക്കണ്ട് പച്ചയാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ് എൻ്റെ കൊന്നേക്കണ്ട്. അയ്യോ കയ്യാവും ഗൈസ്. എൻ്റെ കയ്യിലായിട്ടുണ്ട്, ഉടുപ്പയിലായിട്ടില്ല. കുഴപ്പമില്ല. കാടാ ഗൈസ് അവൻ ഞാൻ ഗൈസ് ഇത് നീ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇനി ഞാൻ എന്തോ ചെയ്യും ഗൈസ്. നമ്മളെ നീ എന്താ പറയാനുള്ളത്? റോഡ് കാണിക്കാമല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഇവിടെ ഒരു ബാറ്റ് കിടപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു തോട്ടപ്പുഴ ചത്ത് കിടപ്പുണ്ട്, എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ ബാറ്റ് എടുത്ത് കാണിച്ചു തരാവേ. ഈ മൊത്തം മണ്ണ് പിടിച്ചെടുക്കും. ഞാൻ ഇതെവിടെ കൂക്കും ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോക്ക് ഇടില്ല. കമൻറ്റൊക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം ഗൈസ്. ഇവിടെ താഴെ പറമ്പാണേ, പറമ്പാണ്. മണ്ടയ്ക്കും പറമ്പാ ഗൈസ്. ഇത് ഇവിടെ ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങ് കണ്ടോ? ഈ തെങ്ങ് മറിഞ്ഞു വീഴുന്ന ഓർത്ത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാൽ എടുത്ത് മാറ്റി. അത് അപ്പം ഊഞ്ഞാലവിടെ ഇങ്ങനായി ഗൈസ്. ഇപ്പം നമുക്ക് 13 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് 10K ലൈക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം എന്ന് പറയുന്നു ഗൈസ്. അവൻ വരുന്നുണ്ട്. അവനും ബ്രസീലിൻ്റെ ഉടുപ്പാണ് ഗൈസ്. അവൻ വെക്കുന്നുണ്ട്. ഇതൊക്കെയാ പറയാനുള്ള ഒന്നുമില്ല ഗൈസ്. അവൻ ഗൈസ് 10K ലൈക്കെങ്കിലും തരണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ വീഡിയോ ഞാൻ ഇടാനുള്ളൂ ഗൈസ്. മറ്റേ ചെമ്പരത്തി അവിടെ വന്നപ്പോൾ ഇതൊക്കെ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് പിന്നെ പറയാനൊന്നും ഇല്ല ഗൈസ്. അവിടെ ഞങ്ങൾ ചെമ്പരത്തിപ്പൂവൊക്കെ നട്ടു. ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും പറമ്പിൽ ഇതാണ്. ഇതിലെ ഇറങ്ങിയപ്പോൾ ഇത് ഈ അവിടെയൊക്കെ തന്നിക്കിടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ മഴത്തുള്ളിയൊക്കെ ഉണ്ടാക്കുന്നു. മഴത്തുള്ളിയുടെ പകുതിയായിട്ട് ഉള്ളൂ. അത് മഴത്തുള്ളി തന്നെയാണോ? ഇതുണ്ട്, ഇതുണ്ട്. ഇത് മഴത്തുള്ളിയുടെ പകുതിയാ, ഇത് മഴത്തുള്ളിയുടെ പകുതിയാ. അത് ഗൈസ് ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ?
ഒരു ഗൈസ് അതിൻ്റെ തെല്ല് മാത്രമേ ഉള്ളൂ. ഗൈസ് എന്തൊക്കെയാ കോപ്രായം കാണിക്കുകയാണ്. ഗൈസ് വലിയ മസിലൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് അത് മസിലല്ല, അത് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മസിലാണോ എല്ലാണോ എന്ന് പറയുക. ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.